ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പഴത്തോര് മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സ്റ്റാൻലിയും ബാലചന്ദ്ര മേനോനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്റ്റാൻലി തീരുമാനിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ബാലചന്ദ്രൻ പറയുന്നു, നിങ്ങൾക്ക് കാണാം, നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് അവർ ആ സംസാരം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം ഗോവർദ്ധനൻ ബാലചന്ദ്രനെ കാണാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഗോവർദ്ധനൻ ചോദിക്കുന്നു, ബാലേട്ടാ ഞാൻ മുകളിലോട്ട് വരണമെന്ന് ചോദിക്കും. വേണ്ട, താൻ അവിടെ നിൽക്കും, ഞാനിപ്പോൾ താഴോട്ട് വരാമെന്ന് പറയും. ബാലേന്ദ്രൻ പറയും, താൻ എന്താടോ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മുകളിലോട്ട് കയറി വരാഞ്ഞത് എന്ന് പറയും. ആരുമായിട്ടാണ് ഞാൻ സംസാരിച്ചെന്നുള്ള കാര്യം തനിക്കറിയാവോ? ബാലേട്ടന് എന്തോ ഒരു ബിസിനസ് മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ സംസാരിച്ചത് സ്റ്റാൻലി ജോസഫുമായിട്ട്, അലീനയുടെ അച്ഛനുമായിട്ട്. ഓ, അദ്ദേഹമായിരുന്നോ ബാലേട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്താ പെട്ടെന്ന്? അത് അലീനയെക്കുറിച്ച് അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം ചെന്നായിട്ട് പറഞ്ഞില്ലേ അലീന നിങ്ങളുടെ മകളാണെന്നുള്ളത്. അപ്പോൾ അയാൾക്ക് അതിനൊരു വ്യക്തത വരണം. അപ്പോൾ അലീനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ വൈജയന്തിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കും അയാളിൽ നിന്ന് അറിയാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അലീനയെക്കുറിച്ച്, അവൾ ജനിച്ചു വളർന്ന ഓർഫനേജിനെ കുറിച്ചും ബ്രിജിത്താമ്മയെക്കുറിച്ചും ഒക്കെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു പറയും. അതിനുശേഷം അയാൾക്ക് അലീനയെ ഒന്ന് നേരിട്ട് കാണണമെന്നാണ് പറയുന്നത്. അത് ബാലേട്ട, അലീനെ നേരിട്ട് കണ്ട അലീന ചോദിക്കത്തില്ലേ അയാൾ ആരാന്നുള്ളത്? അത് ഞാൻ ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞോളാം. അയാൾ കാണിച്ചിട്ടോ, അയാൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അയാളുടെ മകളെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി. പക്ഷേ ഞാൻ നോക്കുന്നതിനെക്കാട്ടിലും ഒരുപടി മുന്നിൽ വേണം അയാൾ അലീനെ നോക്കാൻ. എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മോളെ അയാൾക്ക് വിട്ടു കൊടുക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നിൽക്കുകയുള്ളൂ. എൻ്റെ മൂത്ത മകളായിട്ട്, എൻ്റെ മക്കളുടെ ഏറ്റവും മൂത്ത ചേച്ചിയായിട്ട് അവൾ എൻ്റെ കൂടെ കാണും. അല്ലാതെ ഞാൻ അയാൾക്ക് വലിച്ചെറിഞ്ഞ് ഒരിക്കലും കൊടുക്കത്തില്ലെന്ന് പറയും. പിന്നെ ചേച്ചി അറിഞ്ഞാലോ, അവൾ എന്തറിയാനാടോ? അവൾക്കല്ലേ ഏറ്റവും വലിയ ആഗ്രഹം അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്നുള്ളത്. ഇതെല്ലാം ഒന്ന് കഴിയട്ടെ ഗോവർദ്ധനൻ. ആദ്യം ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് സ്റ്റാൻലി ജോസഫാണ്. ആദ്യം ഇതൊന്ന് കഴിയട്ടെ, അലീനയും സ്റ്റാൻലിയും തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിയട്ടെ. അതിനുശേഷമാണ് വൈജയന്തിയും പിന്നെ അവരുടെ കൊല്ലപ്പള്ളി വീട്ടുകാരും. ഓരോന്നിനെയായിട്ട് ഞാൻ എൻ്റെ മുന്നിൽ നിർത്തി പ്രതികാരം വീട്ടും, താൻ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഭയങ്കര റേസായിട്ടാണ് ഗോവർദ്ധനോട് സംസാരിക്കുന്നത്. അതിനുശേഷം ബാലേന്ദ്രന് ഒരു കോള് വരുന്നുണ്ട്, അലീനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയുടേത്. ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശരി നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വരൂ, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറയും. പക്ഷേ വീട്ടിലോട്ട് വന്നാൽ ഞാൻ ആരാണെന്ന് താങ്കൾ പറയും. അത് ഞാൻ പറഞ്ഞോളാം, പ്രശ്നങ്ങളൊന്നുമില്ല, താങ്കൾ വീട്ടിലോട്ട് വന്നോളാം പറയും. അങ്ങനെ വീട്ടിലോട്ടുള്ള വഴിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ലൊക്കേഷൻ മാപ്പൊക്കെ ഫോണിൽ അയച്ചു കൊടുക്കും. അങ്ങനെ സ്റ്റാൻലി ജോസഫ് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര വികാരാതീതനായിട്ടാണ് വരുന്നത്. കാരണം ആദ്യമായിട്ടാണ് മകളെ കാണുന്നത്. 23 വർഷങ്ങൾക്ക് ശേഷം തനിക്ക് ഒരു മകളുണ്ടെന്നുള്ള കാര്യം അറിയുന്നു. ആ മകളെ ആദ്യമായിട്ട് കാണാൻ പോകുന്നു. അങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു മൊമെൻ്റാണത്. അങ്ങനെ സ്റ്റാൻലി ജോസഫ് ബാലേന്ദ്ര മേനോൻ്റെ വീട്ടിൻ്റെ വാതിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഡോറൊക്കെ തുറന്ന് അകത്തോട്ട് കയറി വരുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയും, വരൂ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി ഇരിക്കുകയാണ്. ആ സമയത്ത് പറയും, മോളെ എന്ന് വിളിക്കുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന വരുന്നത്. അച്ഛാന്ന് വിളിച്ചുകൊണ്ടാണ് അലീന വരുന്നത്. മോളെ 2 ഗ്ലാസ്. ഇത് ആരാ അച്ഛാ ഇത്? ഇത് അച്ഛൻ്റെ ഒരു ക്ലൈൻറ്റാണ് എന്ന് പറയും. അപ്പോഴത്തേക്ക് അലീനെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റാൻലി ഇങ്ങനെ അതിശയത്തോടു കൂടി നല്ല പരിചയമുള്ളൊരു മുഖം കണക്കിങ്ങനെ നോക്കിയാണ്. ഇത് എൻ്റെ മകൾ അലീന എന്ന് പറയും. അപ്പം ബാലേന്ദ്ര മേനോനെ അച്ഛാന്ന് വിളിച്ചുകൊണ്ടാണ് അലീന വരുന്നത്. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ തമ്മിൽ പോലെ പരിചയമുണ്ടോ? എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം പോലെ. എൻ്റെ മകളാ എന്നിങ്ങനെ പറയും. അത് പറയുമ്പോഴത്തേക്ക് സ്റ്റാൻലിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം സ്വന്തം മകളെയാണ് ബാലേന്ദ്രൻ മകളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. എങ്കിൽ ശരിയെന്ന് പറയും. അങ്ങനെ ചായയെ കൊടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് അലീനെ തന്നെയാണ് സ്റ്റാൻലി നോക്കുന്നത്. എന്നിട്ട് പറയും, കണ്ടോ എന്ന് പറയും. എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെ, എൻ്റെ അമ്മച്ചി മുമ്പിൽ വന്ന് നിൽക്കുന്ന കണക്കാണ് എനിക്ക് തോന്നിയെന്ന് പറയും. ഇനി എനിക്ക് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ. എനിക്ക് ബോധ്യപ്പെട്ടു, കാണണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി എനിക്കൊന്നും പറയാനില്ല. അവൾ എൻ്റെ മകൾ തന്നെയാണ്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും മിസ്റ്റർ മേനോൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് തിരിച്ച് ബാലേന്ദ്ര മേനോൻ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ മകളായിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് പോകണം. നിങ്ങളുടെ മകളായിട്ട് അംഗീകരിച്ച് തന്നെ വേണം അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ. അല്ലാതെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് വേണ്ടി നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് പോകരുത്. എനിക്കൊരിക്കലും അവളൊരു ബുദ്ധിമുട്ടല്ല. അവളെ ഞാനെൻ്റെ സ്വന്തം മകളെ പോലാണ് നോക്കിയിരുന്നത്. അതുപോലെ തന്നെ അവൾ എന്നെ കാണുന്നത് സ്വന്തം അച്ഛനായിട്ടാണ്. നിങ്ങളുടെ അടുത്ത് അവൾ സുരക്ഷിതയായിരിക്കും എന്നുള്ള ഒറ്റ ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളുടെ കൂടെ അവളെ അയക്കാമെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മിസ്റ്റർ മേനോൻ,
ഞാൻ അത്ര മനുഷ്യത്വം ഇല്ലാത്തൊരു കൂട്ടത്തിലുള്ള ആളൊന്നുമല്ല. എൻ്റെ സ്വന്തം മകൾ തന്നെയാണ് അവൾ. 23 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എൻ്റെ മകളെ കണ്ടു. എനിക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകണം. പക്ഷേ കുറച്ച് സമയം ഞാൻ താങ്കളോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം എനിക്കതൊന്ന് വിശ്വസിക്കാൻ വേണ്ടി. പക്ഷേ ഇനി എനിക്ക് ഒരു തെളിവുകളുടെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഞാൻ വരും അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞാണ് ബാലചന്ദ്രൻ മേനോൻ്റെ അടുത്തുനിന്ന് സ്റ്റാൻലി പോകുന്നത്. അതിനുശേഷം ബാലേന്ദ്രൻ മേനോന് ഭയങ്കര സങ്കടമാണ്. കാരണം അലീനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് സ്റ്റാൻലി വരുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം സ്വന്തം അച്ഛൻ്റെ അടുത്ത് ചെന്ന് മകൾ ജീവിച്ചിരിപ്പണമെന്നുള്ള കാര്യം പറയണം. പെട്ടെന്ന് സ്റ്റാൻലി വന്ന് അലീനെ കാണുമെന്നും കൂട്ടിക്കൊണ്ട് പോകാമെന്നൊരു വാക്ക് കൊടുക്കുമെന്നൊന്നും ബാലേന്ദ്രൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും കൂട്ടിക്കൊണ്ട് പോകുമെന്ന് ഉറപ്പായതിന് ശേഷം ബാലേന്ദ്രൻ മേനോന് ഭയങ്കര വിഷമമാണ്. കാരണം അലീനെ പിരിയേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു സങ്കടവും ബാലേന്ദ്രൻ മേനോനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.